ദുഷ്ടത ഒരാളുടെ ഉള്ളിലോട്ട് കയറുന്നത് ഏതു വഴിയാണെന്ന് അറിയണം. 2 ശമൂവേൽ 13:1. ദാവീദിൻ്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ദാവീദിൻ്റെ മകനായ അബ്നോന് അവളിൽ പ്രേമം ജനിച്ചു. ദാവീദിൻ്റെ 2 ഭാര്യമാരിൽ നിന്ന് ഉള്ള മക്കളായിരുന്നു അവർ ഇരുവരും. ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് അമ്നോൻ അവളെ തൻ്റെ അറയിലേക്ക് വിളിച്ചു വരുത്തി അവളോട് ദോഷം പ്രവർത്തിച്ചു. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 2 ശമൂവേൽ 13:14-15 വാക്യങ്ങൾ. അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളേക്കാൾ ആകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോകുക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. സ്വന്തം സഹോദരിയോട് ദോഷം പ്രവർത്തിച്ച അല്ലെങ്കിൽ അപമാനിച്ച വ്യക്തിയോട് അബ്ശാലോമിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. 2 ശമൂവേൽ 13:22. അബ്ശാലോം അബ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തൻ്റെ സഹോദരിയായ താമാരിനോട് അബ്നോൻ ബലാത്കാരം ചെയ്തതുകൊണ്ട് അബ്ശാലോം അവനെ വെറുത്തു. കാണുമ്പോൾ അബ്ശാലോമിൽ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. അബ്ശാലോം അവനെ വെറുത്തു എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അബ്ശാലോമിന് ആടുകളെ രോമം കത്തിരിക്കുന്ന ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതിലേക്ക് ദാവീദ് രാജാവിൻ്റെ അനുവാദത്തോടെ അബ്നോനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ദാവീദ് രാജാവ് അബ്നോനെ ബാക്കിയുള്ള രാജകുമാരന്മാരോട് ഒപ്പം അയക്കുകയാണ്. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 2 ശമൂവേൽ 13:26 മുതൽ 27 വരെയുള്ള വചനം. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ നിന്നോടുകൂടെ വരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെയൊക്കെയും അവനോടുകൂടെ അയച്ചു. പിതാവായ ദാവീദിനോട് അബ്ശാലോം ബാക്കിയുള്ള സഹോദരങ്ങളെ കൂടെ യാഗത്തിന് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് അനുവാദം ചോദിക്കുകയാണ്. ദാവീദിന് ഇതിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ നിർമ്മല മനസാക്ഷിയിൽ അബ്നോനെ മാത്രമല്ല രാജകുമാരന്മാരെയൊക്കെയും അവനോടുകൂടെ യാഗത്തിന് അയച്ചു എന്നാണ് വായിക്കുന്നത്. കാരണം ദാവീദ് ചിന്തിച്ച സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത നിലനിർത്തുവാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ് എന്നായിരിക്കണം. അബ്ശാലോം ദോഷം നിരൂപിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാണില്ല. എന്നാൽ അബ്ശാലോം അബ്നോനെ കൊലപ്പെടുത്തുകയാണ്. ഇപ്രകാരം ആണ് വായിക്കുന്നത്. 2 ശമൂവേൽ 13:28 മുതൽ 29 വചനം. എന്നാൽ അബ്ശാലോം തൻ്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ, അബ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുന്ന നേരം അബ്നോനെ അടിച്ചു വീഴ്ത്തുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അവനെ കൊല്ലണം. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട് വീരന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ച പോലെ അബ്ശാലോമിൻ്റെ ബാല്യക്കാർ അബ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെ എഴുന്നേറ്റ് താന്താൻ്റെ കോവാർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അബ്നോനെ കൊലപ്പെടുത്തിയതിൽ നമുക്ക് ഒരു അസ്വാഭാവികത തോന്നുകയില്ല. കാരണം സ്വന്തം സഹോദരിയെ അപമാനിച്ച വ്യക്തിയെ കൊന്നു പ്രതികാരം തീർത്തു എന്ന് മാത്രമേ നാം ചിന്തിക്കാനിടയുള്ളൂ. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഏതൊരു സഹോദരനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അപ്രകാരം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം അബ്ശാലോം പിതാവായ ദാവീദിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയാണ്. പിന്നീട് അബ്ശാലോം യോവാബിൻ്റെ വയലിന് തീയിടുന്നത് കാണുന്നു. എന്നാൽ എന്തിനു വേണ്ടിയാണ് തീയിട്ടത്? അബ്ശാലോം അതിന് കാരണം പറയുന്നത് ഇതാണ്. 2 ശമൂവേൽ 14:31. അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശാലോമിൻ്റെ വീട്ടിൽ ചെന്ന് അവനോട്, നിന്റെ ഭൃത്യന്മാർ എൻ്റെ കൃഷി ചുട്ടുകളഞ്ഞെന്തിന് എന്ന് ചോദിച്ചു. അബ്ശാലോം യോവാബിനോട്, ഞാൻ ഗെരൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറയുവാൻ നിന്നെ അവൻ്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്കിപ്പോൾ രാജാവിൻ്റെ മുഖം കാണണം. എനിക്ക് കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. തീയിട്ടത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയാണ്. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് വചനം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് യോവാബിനെ കുറിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹമാണ് അന്യദേശത്ത് ഒളിച്ചോടിപ്പോയ പാർത്ത അബ്ശാലോമിനെ തൻ്റെ പിതാവ് പാർത്ത സ്വദേശത്തേക്ക് വരുത്തുവാൻ വേണ്ടി മുൻകൈ എടുത്തത്, ദാവീദിൻ്റെ മനസ്സ് മാറ്റിയത്. അങ്ങനെയുള്ളവൻ്റെ നേരെയാണ് അബ്ശാലോം ഈ ദ്രോഹം പ്രവർത്തിച്ചത്. 2 ശമൂവേൽ 14 അധ്യായം വായിച്ചാൽ നമുക്കിത് കാണാവുന്നതാണ്. സ്വദേശത്ത് പാർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദാവീദിനോടൊപ്പം കൊട്ടാരത്തിൽ വന്ന് പാർത്തിരുന്നില്ല. പിന്നീട് യോവാബ് ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിച്ച് അബ്ശാലോമിനെ കൊട്ടാരത്തിൽ പാർക്കുമാറാക്കി.
അവിടെയും നിരപ്പുണ്ടാക്കിയത് യോവാബാണ്. 2 ശമൂവേൽ 15:1 മുതലുള്ള വചനം. പിന്നീട് അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തൻ്റെ മുൻപിൽ ഓടുവാൻ 50 ആളുകളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. എപ്പോഴെങ്കിലും ഒരാൾക്ക് വ്യവഹാരമുണ്ടായിട്ട് രാജാവിൻ്റെ അടുക്കൽ തീരുമാനത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണത്തിൽ നിന്നുള്ളവൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്നവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, ഇതാ നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവിന് പ്രതിനിധികളില്ലല്ലോ എന്ന് പറയും. വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം നടത്തുവാൻ തക്കവണ്ണം എന്നെ രാജ്യത്തിന് ന്യായാധിപനാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. എപ്പോഴെങ്കിലും ഒരാൾ അവനെ നമസ്കരിപ്പാൻ അടുത്ത് എന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അബ്ശാലോമിന് നല്ല ഉദ്ദേശമായിരുന്നുവോ ഉണ്ടായിരുന്നത്? എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം പറയാം. എല്ലാ മക്കളും സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കണ്ട് പകർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെ സ്വാധീനിച്ച കാര്യങ്ങളാണ് അവർ പകർത്തുന്നത്. ഇവിടെ അബ്ശാലോം രാജകുമാരൻ ദാവീദിൽ നിന്ന് സ്വാധീനിച്ചത്, അല്ലെ അവൻ ആകൃഷ്ടമായ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജ അധികാരവും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രൗഢിയുമായിരുന്നു. എന്നാൽ ദാവീദിൽ ഉണ്ടായിരുന്ന നിർമ്മല മനസാക്ഷിയും അചഞ്ചലമായ വിശ്വാസവും സ്നേഹവും അബ്ശാലോമിനെ സ്വാധീനിച്ചതേയില്ല. പിന്നീട് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അബ്ശാലോം ഒരു ദുഷ്ടനായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വചനം പോലെ അവൻ കൗശലത്തിലൂടെ അനേകം ഇസ്രായേലിയരുടെ മനസ്സ് കവർന്നു കളഞ്ഞു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സമ്പാദിച്ചു എന്ന് പറയാം. അവൻ ചിന്തിച്ച ഒരു രാജ്യം എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ സമ്മതത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ഒന്നാണെന്നാണ്. ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അവന് കിട്ടിയ കാഴ്ചപ്പാടും അപ്രകാരമായിരുന്നു. എന്നാൽ പിന്നീട് അവൻ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ്. മനുഷ്യരുടെ സമ്മതമല്ല, ദൈവത്തിൻ്റെ സമ്മതമാണ് ആവശ്യം. അതിന് തെളിവാണ് ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം. ഇവിടെ ഒരു വചനമാണ് ഓർമ്മ വരുന്നത്. മത്തായി 6:22-23 വചനം. കണ്ണ് ശരീരത്തിന് വിളക്കാകുന്നു. അതുകൊണ്ട് കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. പിന്നീട് തൻ്റെ പിതാവായ രാജാവിന് മുൻപാകെ അബ്ശാലോം തൻ്റെ ആൾബലം കാണിക്കുന്നതാണ് നാം കാണുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അത്? അവനിൽ ഭയം ഉളവാക്കുവാൻ വേണ്ടിയായിരുന്നു. 2 ശമൂവേൽ 15:12. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിൻ്റെ മന്ത്രിയായ അഹീതോഫേൽ എന്ന ഗിലോന്യനെയും അവൻ്റെ പട്ടണമായ ഗിലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ അബ്ശാലോമിൻ്റെ കൂടെയുള്ള ജനം തുടർമാനമായി സംഖ്യയിൽ വർദ്ധിച്ചതിനാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. ദാവീദ് അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുവാൻ നിർബന്ധിതനാകുകയാണ്. പിന്നീട് ഒരു സന്ദേശവാഹകൻ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേലിയരുടെ ഹൃദയം അബ്ശാലോമിനോട് കൂടെയാണ് എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോകുക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിൻ്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ട ക്ഷണത്തിൽ പുറപ്പെടുകയെന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണ് അധികാരഭ്രമം കൊണ്ട് ഇരുണ്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ശാലോം ഒരു മെരുങ്ങാത്ത കുതിരയെപ്പോലെയാണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് തൻ്റെ ജനത്തെയും കൊണ്ട് അബ്ശാലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നിരുന്നാലും അബ്ശാലോം ഒരു സ്വയം പ്രഖ്യാപിത രാജാവായി. അബ്ശാലോമിന് താൻ ചെയ്ത പ്രവൃത്തിയിൽ ഒരു പശ്ചാത്താപവും ഉണ്ടായതായി നാം കാണുന്നില്ല. അദ്ദേഹം നിരന്തരം ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അബ്ശാലോമിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു കൊടുത്തത് ദാവീദിനെ തകർക്കുവാനുള്ള പദ്ധതികളായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് അബ്ശാലോം തൻ്റെ കൂടെ നിർത്തിയത്. ഇവിടെ അബ്ശാലോമിൻ്റെ ഉള്ളിൽ ഈ ദുഷ്ടത കയറിക്കൂടിയത് ഏത് വഴിയാണ്? ഇതേപോലെ മുടിയനായ പുത്രന് അപ്രകാരം ഒരു ചിന്ത വന്നത് ഏത് വഴിയാണ്? പക്ഷെ മുടിയനായ പുത്രൻ അബ്ശാലോമിൻ്റെ അത്രയും ദൂരെ പോയിരുന്നില്ല. അവന് പശ്ചാത്തപിച്ച് പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വരുവാനുള്ളൊരു ഹൃദയമുണ്ടായിരുന്നു. അബ്ശാലോമിൻ്റെ പോലൊരു ഹൃദയം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതേപോലെ യൂദാസിന് എന്താണ് സംഭവിച്ചത്? 3.5 കൊല്ലം ജീവൻ്റെ നായകനായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന വ്യക്തി. അറിയാമല്ലോ, യേശുക്രിസ്തുവിനെ വചനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കാലയളവിൽ മാനസാന്തരം ഉണ്ടാകാത്ത ഒരു വ്യക്തി ഒരു നാളിലും മാനസാന്തരം ഉണ്ടാകുവാൻ പോകുന്നില്ല. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ ദൈവത്തോട് ധനവാന്റെ സംഭാഷണം ഓർക്കുക. അതിപ്രകാരമാണ്. ലൂക്കോസ് 16:27 മുതൽ 31 വരെയുള്ള വചനം. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവന് അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന്
ഒരുവൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. യാതനാസ്ഥലം കണ്ട സാക്ഷിയായി ലാസറിനെ തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അവരും അവിടെ എത്തിച്ചേരാതിരിക്കേണ്ടതിന് സാക്ഷ്യം പറയുവാൻ അയക്കണമെന്നാണ് അപേക്ഷിച്ചത്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നത്, അവർക്ക് മോശയുടെയും പ്രവാചകന്മാരുടെയും എഴുത്തുകളുണ്ടല്ലോ, അതിൽ പറഞ്ഞ് അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. അതേ, വചനമായി ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ട് മാനസാന്തരപ്പെടാത്തവൻ ഒരിക്കലും മാനസാന്തരപ്പെടുവാൻ പോകുന്നില്ല. യൂദാസിനെ കുറിച്ചാണ് പറഞ്ഞത്. വചനത്തിൽ പറയുന്നത് സാത്താൻ അവനിൽ കടന്നു എന്നാണ്. പിശാചിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ലഭിച്ച പണം ഉപയോഗിച്ച് അവൻ സുഖകരമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചിരിക്കണം. പക്ഷേ അവൻ്റെ ഒടുക്കം എങ്ങനെയായി? തൂങ്ങി മരിക്കേണ്ടി വന്നു. ലോകത്തിലും സ്വയത്തിലും ആശ്രയിക്കുന്ന സകലരുടെയും ഗതി ഇങ്ങനെ തന്നെയാകും. മത്തായി 6:22-23 വചനം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാകുന്നു. അതുകൊണ്ട് കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്.